ദൈവത്തിന് മഹത്വം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും വന്ദനം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം ജീവിക്കുന്ന ലോകത്തിൽ യേശുവിനെക്കുറിച്ച് അറിയുന്നത് വളരെ എളുപ്പമാണ്. അങ്ങനെ ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കെവിടെയും അറിവുകൾ സമ്പാദിക്കുവാൻ വേണ്ടി അനവധി അവസരങ്ങളുണ്ട്. ഒരുപാട് ആപ്പുകൾ ഇന്ന് ലഭ്യമാണ് ദൈവവചനം പഠിക്കുവാനായി. സോഷ്യൽ മീഡിയയിലൂടെ അനവധി പ്രാർത്ഥന മീറ്റിങ്ങുകളും ചർച്ചകളുമൊക്കെ നമുക്ക് ലഭ്യമാണ്. ഒരുപാട് ബൈബിൾ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് വായിക്കുവാൻ അവൈലബിളാണ്. അനേക പ്രാർത്ഥനാ കൂട്ടങ്ങൾ ഓൺലൈനിലൂടെയും അല്ലാതെയും നമുക്ക് ലഭ്യമാണ്. എല്ലാ തരത്തിലുള്ള ലാംഗ്വേജുകളിലൂടെയും പഠിക്കുവാനുള്ള അവസരങ്ങൾ നമുക്കുണ്ട്. അനവധി ഗുരുക്കന്മാരുണ്ട്. എല്ലാവരും അവരുടേതായ നിലയിൽ കാര്യങ്ങൾ പഠിപ്പിക്കുകയും കേൾക്കുവാനും അറിയുവാനുമുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത്. അനവധി പേർ രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അനവധി പ്രാർത്ഥനാ കൂട്ടങ്ങൾ ലീഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് യേശുവിനെ അറിയാമോ എന്നുള്ളതാണ്, അല്ലെങ്കിൽ യേശുവിന് നമ്മെ അറിയാമോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ഒരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം, അല്ലെങ്കിൽ യേശു പറയുന്ന നമ്മെ ഏറ്റവും അധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്, അല്ലെങ്കിൽ ഒരു വാക്കുണ്ട്. എനിക്ക് നിന്നെ അറിയുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നുള്ള വാക്കാണ്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്, അല്ലെങ്കിൽ അറിവാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഇവിടെ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. ദയവായി അവസാനം വരെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി എന്നോടൊപ്പം തുടരുക. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം ഇപ്രകാരം നമ്മളെ കാണിക്കുന്നത്, അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്, നമുക്ക് മിനിസ്ട്രിയിൽ ആക്റ്റീവ് ആകാം, ഒരു സഭയിൽ നമുക്ക് ആക്റ്റീവ് ആകാം, ഒരുപാട് സാമൂഹിക പ്രതിബദ്ധതയോട് നമുക്ക് ജീവിക്കാം, പ്രാർത്ഥനാ കൂട്ടങ്ങൾ ലീഡ് ചെയ്യാം, ഒരു ശുശ്രൂഷയുടെ നേതൃത്വം നമുക്ക് വഹിക്കാം. പല കാര്യങ്ങളിൽ നമുക്ക് വളരെ ആക്റ്റീവായി മുന്നേറുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും ദൈവവചനം പഠിപ്പിക്കുവാനും ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ തിളങ്ങുവാനും ഒക്കെ നമുക്ക് സാധിക്കാമെങ്കിലും നമുക്ക് കർത്താവുമായി ബന്ധമില്ലാതെ കർത്താവിനെ അറിയാതെ ജീവിക്കാൻ കഴിയുമെന്നും ഈ തിരുവചനം നമ്മളെ സൂചിപ്പിക്കുകയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങൾ യേശുവിന് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളതല്ല, യേശുവിന് നിങ്ങളെ അറിയാമോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം ഇവിടെ നമുക്ക് ഉള്ളത് എന്നതാണ്. ഏറ്റവും പ്രസക്തമായ ചോദ്യം എന്നത് യേശുവിന് നമ്മളെ അറിയാമോ, യേശുവിന് വേണ്ടി നാം എന്ത് ചെയ്തു എന്നുള്ളതല്ല എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ ഏറ്റവും നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം, യേശുവിൻ്റെ ഈ ഞെട്ടിപ്പിക്കുന്ന വാക്കുകൾ, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് സഭയ്ക്ക് പുറത്തുള്ളവരോടല്ല, സഭയ്ക്കകത്തുള്ളവരോടാണ് പറയുന്നത് എന്നുള്ളതാണ്. ബൈബിൾ വാക്യങ്ങൾ വായിക്കുന്നവർ, പ്രസംഗിക്കുന്നവർ, മിനിസ്ട്രി ലീഡ് ചെയ്യുന്നവർ, ആക്റ്റീവായി സഭയുടെ എല്ലാ കാര്യങ്ങളിലും വന്നവർ, സഭയ്ക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തവർ, അങ്ങനെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയ വ്യക്തികളോടാണ് ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ ഒരു കാലത്ത് അറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അറിഞ്ഞിരുന്നു എന്നുള്ള അല്ല യേശു ഇവിടെ പറയുന്നത്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നതാണ് യേശു പറയുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും. മത്തായി 7-ന്റെ 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കും. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിൻ എന്ന് തീർത്ത് പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഒരാൾ യേശുവിനെ കുറിച്ച് അറിയുക എന്നുള്ളത്, അല്ലെങ്കിൽ യേശുവിനെക്കുറിച്ചുള്ള ഒരു അറിവ് എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയുക എന്നുള്ളതല്ല. യേശുവിനെ കുറിച്ചുള്ള അറിവും യേശുവിനെ അറിയുക എന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. യേശുവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് എഴുതാം, പ്രസംഗിക്കാം, നമുക്ക് കേൾക്കാം, മറ്റുള്ളവരെ പഠിപ്പിക്കാം, പല കാര്യങ്ങളും ചെയ്യാമെങ്കിലും അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ്.
എന്നാൽ യേശുവിനെ അറിയുക എന്നുള്ളത് അതിനേക്കാൾ ആഴത്തിലുള്ള വ്യക്തിപരമായ ബന്ധത്തിലാണ് യേശുവിനെ മനസ്സിലാക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ഈ വേദഭാഗത്ത് വായിച്ചു, ചിലർ ഭൂതങ്ങളെ പുറത്താക്കി, ചില രോഗികളെ സൗഖ്യമാക്കി, അങ്ങനെ ഒരുപാട് വീര്യ പ്രവൃത്തികൾ ചെയ്തു. അവർ ദൈവത്തിന് വേണ്ടി അനവധി കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ദൈവത്തെ അറിയയില്ലായിരുന്നു, അല്ലെങ്കിൽ ദൈവവുമായി ശരിയായിട്ടുള്ള ബന്ധം അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് യേശുവിന് അവരെ അറിയില്ലായിരുന്നു എന്നുകൂടെയാണ് നമുക്ക് ഈ വേദഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാം ഒത്തിരി നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ടോ ദൈവത്തിന് വേണ്ടി പുറമേ നാം ഒത്തിരി അധ്വാനിച്ചു എന്നതുകൊണ്ട് ദൈവവുമായി നമുക്ക് ബന്ധമുണ്ട് എന്ന് അർത്ഥമില്ല എന്ന് വളരെ കൃത്യമായി യേശു സൂചിപ്പിക്കുകയാണ്. വ്യക്തിപരമായ ദൈവവുമായി ബന്ധം ഇല്ലാതെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ പേരിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഭൂതങ്ങളെ പുറത്താക്കാം, രോഗികളെ സൗഖ്യമാക്കാം, മ്യൂസിക്കിൻ്റെ ലീഡറാകാം, ഒരു ചർച്ച് മിനിസ്റ്റർ റൺ ചെയ്യാം, ഒരു ലീഡർഷിപ്പ് നേതൃത്വം കൊടുക്കാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ ദൈവവുമായി യാതൊരു ബന്ധവും ഉണ്ടാകാതെ ജീവിക്കാം എന്നുള്ളതാണ്. ഗ്രീക്കിൽ ഇതിന് ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഗിനാസ്കോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗിനാസ്കോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ ബന്ധമാണ്. എന്ന് പറഞ്ഞാൽ ഗിനാസ്കോ എന്ന് പറയുന്നത് ഹെഡ് നോളജ് അല്ല, ഒന്നിനെക്കുറിച്ച് ബുദ്ധിപരമായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവല്ല, മറിച്ച് വ്യക്തിപരമായ ബന്ധമാണ്, ആഴത്തിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് യേശുവിനെക്കുറിച്ചുള്ള ഹെഡ് നോളജ് ഉണ്ടാകാം, യേശുവിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാകാം, മണിക്കൂറുകൾ യേശുവിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയും, ക്ലാസ്സുകൾ എടുക്കാൻ കഴിയും, നൂറുകണക്കിന് പുസ്തകങ്ങൾ എഴുതുവാനുള്ള കഴിവും അതിനുള്ള പ്രാപ്തിയും നമുക്കുണ്ടാകാം. പക്ഷേ യേശുവുമായി വ്യക്തിപരമായ ബന്ധം നമുക്ക് ആവശ്യമായിരിക്കുന്നു എന്നാണ് ഈ തിരുവചനം നമ്മളെ സൂചിപ്പിക്കുന്നത്. ലോകത്തിൽ പ്രശസ്തരായ മനുഷ്യരെയൊക്കെ എല്ലാവർക്കും അറിയാം. നമുക്കറിയാം സിനിമ സ്റ്റാർസ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്പോർട്സ് സ്റ്റാർസ്, ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാരെ ഇവരെയൊക്കെ അറിയാം. നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ എല്ലാവർക്കും അറിയാം. പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള അറിവുകൾ ഈ രാജ്യത്തെ എല്ലാ സിറ്റിസനും ഉണ്ടാകും. അതുപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചുള്ള അറിവുകൾ ലോകത്തുള്ള സാധാരണക്കാർക്ക് എല്ലാവർക്കും കുറിച്ചുള്ള അറിവുകൾ ഉണ്ടാകാം. എന്നാൽ ഇവിടെ വലിയ കാര്യമെന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ മുമ്പാകെ ഒരു മനുഷ്യനെ കൊണ്ട് നാം നിർത്തുകയാണെന്നറിയട്ടെ. ഈ മനുഷ്യൻ നമ്മളോട് പറയുകയാണ്, എനിക്ക് പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള അറിവുകളുണ്ട്, എനിക്ക് പ്രധാനമന്ത്രിയെ നന്നായി അറിയാമെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടു ചെല്ലുമ്പോൾ പ്രധാനമന്ത്രി പറയും, എനിക്ക് ഇവനെ അറിയത്തില്ല. കാരണം ഇവന് പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള അറിവുകൾ ഉണ്ടായിരുന്നു, എന്നാൽ പ്രധാനമന്ത്രിയോട് കൂടെ ജീവിച്ചിട്ടില്ല, ആ വ്യക്തിപരമായ അറിവില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ഹെഡ് നോളജ് മാത്രമേ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് ദൈവത്തെക്കുറിച്ച് അനവധി കാര്യങ്ങൾ നമ്മൾ പ്രസംഗിച്ചാലും, തിരുവചനം അനവധി പ്രാവശ്യം നാം വായിച്ചാലും, വലിയ ദൈവദാസന്മാരോടുകൂടെ സമ്പർക്കമുണ്ടെങ്കിലും, ഏതൊക്കെ തരത്തിലുള്ള ആത്മീയ ബന്ധങ്ങളുണ്ടെങ്കിലും, നൂറ് കണക്കിന് മണിക്കൂറുകൾ നമ്മൾ ആത്മീയ കാര്യങ്ങളിൽ ചെലവഴിച്ചാലും ദൈവപരമായി വ്യക്തിപരമായ ബന്ധമില്ലെങ്കിൽ ഒരു നാൾ കർത്താവ് നമ്മളോട് പറയും, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന്. ഒരിക്കൽ ഞാൻ നിന്നെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ല യേശു പറയുന്നത്, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും ബൈബിളിലെ ഷോക്കിംഗ് ആയിട്ടുള്ള ഈ വചനം പറയുന്നത് പോലെ യേശു ഒരു നാൾ പറയുമെന്നാണ് തിരുവചനം ഓർമ്മിപ്പിക്കുന്നത് എന്നതാണ്. തിരുവചന അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ദൈവവുമായി ബന്ധമുള്ളവരുടെ പ്രത്യേകത, യേശുവിനെ അല്ലെങ്കിൽ യേശു അറിഞ്ഞിട്ടുള്ളവരും യേശുവിനെ അറിഞ്ഞിട്ടുള്ളവരുടെയും യഥാർത്ഥമായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, അവർ യേശുവിനെ അറിയുകയും യേശുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുകയും യേശുവിൻ്റെ വഴിയിൽ നടക്കുകയും യേശുവുമായ ഒരു നല്ല ബന്ധത്തിൽ അവർ ജീവിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു. ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മൾ വായിച്ചു കേട്ടത് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ദൈവവുമായി ബന്ധമുള്ള ഒരു വ്യക്തി കുറേ കാര്യങ്ങൾ ആത്മീയമായി ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ തിരിച്ചറിഞ്ഞ് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ദൈവവുമായൊരു ബന്ധത്തിൽ ജീവിക്കുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു കൊച്ചുകുട്ടി തൻ്റെ പിതാവ് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കും. ആ കാര്യങ്ങളെല്ലാം അവന് മനസ്സിലായിട്ടല്ല, തൻ്റെ പിതാവാണ്, ആ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ അനുസരിച്ച് മുന്നേറും എന്നുള്ളതാണ്. അതുപോലെ കർത്താവിനെ ശരിക്കറിയാവുന്ന, അല്ലെങ്കിൽ പിതാവ് പുത്രൻ എന്നുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടവർ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും എന്നത് വളരെ കൃത്യമായി തിരുവചനം ഓർമ്മിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ ഏറ്റവും വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, നമുക്ക് യേശുവിനെ അറിയാമെന്ന് നമുക്കെങ്ങനെ അറിയാമെന്നുള്ളതാണ്. നാം യേശുവിനെ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കെങ്ങനെ അറിയാമെന്നുള്ളതാണ്. നമുക്കെങ്ങനെ അറിയാമെന്ന് നാം ചോദിക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുക.
യേശുവുമായൊരു നല്ല ബന്ധമുണ്ടാകുക. യേശു ഇഷ്ടപ്പെടുന്നതെല്ലാം നാം ഇഷ്ടപ്പെടുക, യേശു വെറുക്കുന്നതെല്ലാം നാം വെറുക്കുക എന്നുള്ളതാണ്. നമുക്ക് യേശുവിനെ അറിയാമെങ്കിൽ യേശു എന്താണോ ഹേറ്റ് ചെയ്യുന്നത് നമ്മളും ഹേറ്റ് ചെയ്യും. യേശു എന്താണോ സ്നേഹിക്കുന്നത് അതിനെ നാമും സ്നേഹിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് തിരുവചനം ഇങ്ങനെ പറയുന്നത്, പട ചേർത്തവരെ പ്രസാദിപ്പിക്കാതെ യാതൊരു പടയാളിയും തൻ്റെ ജീവന കാര്യങ്ങളിൽ ഇടപെടുന്നില്ല എന്നുള്ളതാണ്. ഒരു പടയാളിയുടെ ദൗത്യം എന്താണ്? തൻ്റെ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. ചോദ്യം ചെയ്യാതെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇവിടെ പട ചേർത്തവൻ്റെ ഇഷ്ടമാണ് പടയാളിയുടെ ഇഷ്ടം, പട ചേർത്തവൻ്റെ ആഗ്രഹമാണ് പടയാളിയുടെ ആഗ്രഹം എന്നുള്ളത്. അതുപോലെ നമുക്ക് യേശുവിനെ അറിയാമെന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് യേശുവിനെ സ്നേഹിക്കുകയും അവൻ്റെ ഇഷ്ടം നാം ചെയ്യുകയും എന്നുള്ളതാണ്. യേശു എന്താണോ വെറുക്കുന്നത് അതിനെ നാം വെറുക്കുക, യേശു എന്താണോ ചേർത്ത് പിടിക്കുന്നത് അതിനെയും നാം ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും നാം യേശുവുമായി ബന്ധമുള്ളവരാണോ എന്ന് നമുക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുമെന്നുള്ളതാണ്. യോഹന്നാൻ 10:27 നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്, നാം യേശുവുമായി ബന്ധമുള്ളവരാണെങ്കിൽ, യേശുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക മാത്രമല്ല അവൻ്റെ ശബ്ദം നാം കേൾക്കുന്നു എന്നുള്ളതാണ്. യോഹന്നാൻ 10:27 നമുക്ക് വായിക്കാം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അത് അനുസരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. ഇപ്പോൾ യേശുവിന് നമ്മളെ എങ്ങനെ അറിയാമെന്ന് നമ്മൾ ചോദിച്ചാൽ, അല്ലെങ്കിൽ നാം യേശുവുമായി ശരിയായ ബന്ധത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത്, ഇടയൻ ആടുകളുടെ ശബ്ദത്തെ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. നാം ദൈവത്തിൻ്റെ ഇടയൻ്റെ ശബ്ദത്തെ നാമും തിരിച്ചറിയണം. ആടുകൾ ആകുന്ന നാം ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ദൈവവുമായി നമുക്ക് ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു തെളിവെന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നാം ചെയ്യുന്ന മിനിസ്ട്രിയുടെ സ്വഭാവം അനുസരിച്ചല്ല, നാം ഏത് പൊസിഷനിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല, നാം ഏതൊക്കെ മേഖലയിൽ ആക്റ്റീവ് ആണെന്നുള്ളതല്ല, നമുക്ക് എന്തൊക്കെ പേരുകൾ ലഭിക്കുന്നു എന്നുള്ളതല്ല. നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്, അവൻ്റെ ശബ്ദം കേൾക്കുന്നതിലാണ്, അവൻ്റെ വചനം അനുസരിക്കുന്നതിലാണ്, അവൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നതിലാണ് നമ്മുടെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എന്ന് തിരുവചന അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. യേശുവിൻ്റെ ഈ ഞെട്ടിപ്പിക്കുന്ന വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം എന്ന് പറയുന്നത് ഡേഞ്ചർ ഓഫ് ബീയിങ് ദ ക്രോസ്, ബീയിങ് നിയർ ദ ക്രോസ്, ഡേഞ്ചർ ഓഫ് ബീയിങ് നിയർ ദ ക്രോസ് ആൻഡ് ഫാർ ഫ്രം ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ക്രൂശിനോട് അടുത്ത് നിൽക്കും, എന്നാൽ യേശു ക്രിസ്തുവിൽ നിന്ന് വളരെ വളരെ അകന്ന് ജീവിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം യൂദ യേശുവിൻ്റെ ശിഷ്യനായിരുന്നു, അതേപോലെ തന്നെ പണസഞ്ചി സൂക്ഷിപ്പുകാരനായിരുന്നു. അങ്ങനെ വളരെ ആക്റ്റീവായി നിന്ന ഈ യൂദ എന്ന് പറയുന്നത് യേശുവിൻ്റെ ക്രൂശിനോടും യേശുവിനോടും ഏറ്റവും അടുത്തായിരുന്നെങ്കിലും യേശുവിങ്കിൽ നിന്ന് വളരെ ദൂരത്തായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് അനേകർ പാട്ടിനുണ്ട്, പ്രാർത്ഥനയ്ക്കുണ്ട്, പ്രസംഗത്തിനുണ്ട്, ക്ലാസ്സിനുണ്ട്, പല കാര്യങ്ങളിലും ആക്റ്റീവാണ്, മുമ്പിലാണ്, പല കാര്യങ്ങളിലും അവർ ഉപയോഗപ്രദമാണ്. എന്നാൽ അവർ ദൈവത്തെങ്കിൽ നിന്ന് അകന്നു നിൽക്കുന്നു എന്നത്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ക്രൂശിനോടടുത്ത് നിന്നിട്ട്, അല്ലെങ്കിൽ സഭയോടടുത്ത് നിന്നിട്ട് ക്രിസ്തുവിൽ നിന്ന് വളരെ അകലം ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അപകടം എന്നുള്ളത്. ഇവിടെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, യേശു ഇന്ന് വന്നാൽ അവൻ നിങ്ങളെ തിരിച്ചറിയുമോ? യേശു ഇന്ന് നിങ്ങൾ വന്നാൽ ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് യേശു പറയുമോ എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പെർഫോമൻസ് അല്ല, ഇറ്റ് ഈസ് ബിലോങ്ങിങ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെതായി നാം തീരുക എന്നുള്ളതാണ്. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നാം പെർഫോം ചെയ്യുന്നു, ദൈവവുമായി ഒരു ബന്ധവുമില്ലാതെ ജീവിക്കുക എന്നുള്ളതല്ല, ദൈവത്തിൻ്റെതായി, ദൈവത്തിൻ്റെ സ്വന്തമായി ജീവിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് നാം ഒരു പെന്തക്കോസ്തുകാരായി ജീവിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ദൈവമകനായി, ദൈവമകളെന്ന ലേബലിൽ നാം അറിയപ്പെട്ടിട്ട് ഒരു നാൾ കർത്താവ് പറയുകയാണ് ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും വലിയ ദുരന്തം. കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ, അവരുമായി നാം ബന്ധത്തിലേർപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ, അവൻ നമ്മളെ വിളിക്കുന്ന സ്റ്റേജിലേക്കല്ല, പെർഫോമൻസിനായിട്ടല്ല ദൈവം നമ്മളെ വിളിക്കുന്നത്, മറിച്ച് അവൻ്റെ പാദപീഠത്തിലേക്കാണ് നാമെ വിളിക്കുന്നത്. അവൻ്റെ പാദപീഠത്തിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ അവനുമായുള്ള ശരിയായ ബന്ധത്തിൽ നമുക്ക് ഏർപ്പെടാൻ കഴിയൂ എന്നുള്ളതാണ്. Are we the generation that we are knowing the verses from the Bible, ignore the voice of God? നമ്മൾ ഇങ്ങനെയൊരു തലമുറയാണോ? ദൈവവചനം കാണാതെ പഠിച്ചിട്ടുണ്ട്, ദൈവവചനത്തിൽ ആഴങ്ങൾ അറിവുണ്ട്, പക്ഷേ ദൈവത്തിൻ്റെ ശബ്ദത്തെ അവഗണിക്കുന്ന ഒരു തലമുറയാണോ നാമെന്ന് നാം പരിശോധിക്കേണ്ടതാണ്.
നാം അവസാനം ദൈവശബ്ദം തിരിച്ചറിഞ്ഞിട്ട്, ദൈവശബ്ദം യഥാർത്ഥത്തിൽ തിരിച്ചറിഞ്ഞിട്ട് ദൈവവുമായ ഒരു ശരിയായ ബന്ധത്തിൽ ജീവിച്ചിട്ട് എത്ര നാളായി എന്ന് നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നാം ഒരുപക്ഷെ വൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്തിട്ടുണ്ടാകാം, അതുകൊണ്ട് പ്രസിഡൻറ്റിനെ അറിയണമെന്നില്ല. നാം ഒരുപക്ഷെ ചർച്ചുമായി ഏറ്റവും അടുത്ത് ജീവിക്കുന്നവരായിരിക്കാം, പക്ഷേ അതുകൊണ്ട് കർത്താവിനെ അറിഞ്ഞെന്ന് വരികയില്ല. അറിയണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അവൻ്റെ ശബ്ദം നാം കേട്ടിട്ട് എത്ര നാളായി എന്ന് നാം പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുകൊണ്ട് പ്രിയരെ, നമ്മുടെ അച്ചീവ്മെൻ്റ് കൊണ്ടൊന്നും സ്വർഗം തുറക്കപ്പെടുകയില്ല. ടൈറ്റാനിക് മുങ്ങിയപ്പോൾ ഫസ്റ്റ് ക്ലാസ്സുകാരും തേർഡ് ക്ലാസ്സുകാരും ഉണ്ടായിരുന്നു. എന്നാൽ വെള്ളത്തിൻ്റെ മുമ്പാകെ, മരണത്തിന് മുമ്പാകെ എല്ലാവരും സമമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പാകെ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും നടക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിനെക്കുറിച്ച് നമുക്കറിയാമെന്നുള്ളതല്ല, ദൈവത്തിന് നമ്മെ അറിയാമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചോദ്യത്തിന് മുമ്പാകെ നമ്മുടെ റെസ്പോൺസ് എന്താണ്? ഇന്ന് ഈ നിമിഷം എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവവുമായി ശരിയായ ബന്ധമുണ്ടോ? ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ ക്രൂശിൻ്റെ അരികിലേക്ക് നാം വരിക, അവൻ്റെ പാദപീഠത്തിലേക്ക് നാം വരിക, നമ്മളെ തന്നെ സമർപ്പിക്കുക, അവൻ്റെ ശബ്ദത്തിനായി തയ്യാറാകുക. ഒരു നാൾ ഞാൻ നിന്നെ അറിയുന്നില്ല എന്നുള്ളതല്ല, അവൻ നമ്മെ അറിയുകയും അവൻ നമ്മെ ചേർക്കുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വരേണ്ടതിനായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈ വീഡിയോ സംബന്ധമായ ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. മറ്റേതെങ്കിലും ചോദ്യങ്ങൾ, ബൈബിൾ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.